നിങ്ങളും ഇതുപോലത്തെ നുറുങ്ങുവിദ്യകൾ പഠിക്കൂ. ഉപയോഗിച്ച ടീ ബാഗുകൾ ഊമ്പിയിട്ട് വലിച്ചെറിയരുത്. അതിൽ മത്തങ്ങ വിത്തുകളിട്ട് ഒരു പൂച്ചട്ടിയിൽ വെച്ചാൽ ഒരു നല്ല ചെടിയായി വളരും. വെളുത്തുള്ളി അല്ലികൾ ഒന്നൊന്നായി കോർത്ത് ഒരു പ്ലേറ്റിൽ വെച്ച് കുറച്ച് വെള്ളമൊഴിച്ചാൽ ധാരാളം ചെറിയ വെളുത്തുള്ളി മുളകൾ പെട്ടെന്ന് വളരും. ഒരു വാഴയിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കി വെളുത്തുള്ളി അല്ലികൾ അതിനുള്ളിൽ വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭക്ഷ്യയോഗ്യമായ വെളുത്തുള്ളി മുളകൾ വളരും. മധുരമുള്ള കുരുമുളക് വിത്തുകൾ ഇങ്ങനെ മണ്ണിലിട്ട് വെള്ളം തളിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ധാരാളം മധുരമുള്ള കുരുമുളക് തൈകൾ വളരും. ഒരു സ്ട്രോബെറിയുടെ മുകൾ ഭാഗം മുറിച്ചെടുത്ത് ഒരു പേപ്പർ ടവലിൽ ഉണങ്ങാൻ വയ്ക്കുക. എന്നിട്ട് അത് തിരുമ്മിയാൽ വിത്തുകൾ വേർപെടുത്താം. അത് നിങ്ങൾക്ക് നടാം. ഒരു അവക്കാഡോ ഇങ്ങനെ ഉടച്ച് ഒരു പീച്ച് കുരുവിനുള്ളിൽ വയ്ക്കുക. ദിവസവും വെള്ളമൊഴിച്ചാൽ നിങ്ങൾക്കൊരു നല്ല ചെടി വളർത്താൻ കഴിയും. ഒരു റോസാത്തണ്ടിൽ ഒരു കപ്പ് വെച്ച് അതിൽ കുറച്ച് അരിയും വെള്ളവും ചേർത്ത് കുറച്ച് ദിവസത്തേക്ക് വെച്ചാൽ റോസിന് വേഗത്തിൽ പുതിയ വേരുകൾ വളരും. ചെടി നടുമ്പോൾ മണ്ണിൽ കളർ ബോളുകൾ ഇട്ടാൽ ചെടികൾക്ക് വർണ്ണാഭമായ റോസാപ്പൂക്കൾ ഉണ്ടാകും. ഇതുപോലുള്ള രസകരമായ വീഡിയോയ്ക്കായി ലാഭീഷിനെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.